ടോം അപ്പാപ്പനും ജൂലി അമ്മാമ്മയും. എ ബ്യൂട്ടിഫുൾ സ്റ്റോറി അബൌട്ട് ദ കെയർ ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് ദ ഫണ്ണി റിസൾട്ട്. ഭർത്താവിൻ്റെ കരുതൽ. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് അവർ താമസിച്ചിരുന്നത്. ടോമും ജൂലിയയും. അവർ വിവാഹിതരായിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജൂലിയയുടെ 70ാം പിറന്നാൾ ആഘോഷിച്ചിട്ട് 2 ആഴ്ച ആകുന്നതേയുള്ളൂ. ടോമിന് 75 കഴിഞ്ഞെങ്കിലും ആരോഗ്യത്തിലും ചുറുചുറുക്കിനും കുറവൊന്നുമില്ല. വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന അവർക്ക് 2 പെൺമക്കളാണ്. പെൺമക്കൾ 2 പേരും വിവാഹിതരായി ലണ്ടനിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ ചുരുക്കം മണിക്കൂറുകളിൽ ഒതുങ്ങുന്ന സന്ദർശനങ്ങളിൽ ഒതുങ്ങുന്നു മക്കളുമായുള്ള ബന്ധം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ജോലി കാര്യങ്ങളും കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ ശ്രദ്ധിക്കണമല്ലോ. മക്കൾ വീട്ടിൽ നിന്നും പോയി ഒറ്റയ്ക്കായപ്പോൾ മുതൽ ജൂലിയയുടെ ആരോഗ്യ കാര്യത്തിൽ ടോം അപ്പാപ്പൻ വളരെ ശ്രദ്ധയുള്ളവനാണ്. ഈ അടുത്ത കാലത്താണ് ടോമിന് ഒരു സംശയം, ജൂലിയയ്ക്ക് അല്പം കേൾവിക്കുറവ് ഉണ്ടോ എന്ന്. താൻ അല്പം അകലെ നിന്നോ അടുത്ത മുറിയിൽ നിന്നോ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പലപ്പോഴും മറുപടിയൊന്നും കിട്ടാറില്ല. ഒരിക്കൽ ടോം ഭാര്യയോട് പറഞ്ഞതുമാണ്, ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടാലോ എന്ന്. ജൂലിയ പറഞ്ഞു, എന്തിന്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ചിരകാല പരിചയം കൊണ്ട് ഒരു സുഹൃത്തിനെ പോലെ ആയി മാറിക്കഴിഞ്ഞ ഫാമിലി ഡോക്ടർ വിൻസെൻറ്റിൻ്റെ അടുത്ത് പ്രശ്നം അവതരിപ്പിച്ചത്. അതേ ഗ്രാമത്തിൽ തന്നെ താമസക്കാരനായ വിൽസൺ ടോമിന് ഒരു മകനെ പോലെയാണ്. വിൽസൺ ഡോക്ടർ പറഞ്ഞു, ജൂലിയ അമ്മാമ്മയ്ക്ക് ഡോക്ടറെ കാണാൻ മടിയാണെങ്കിൽ ടോം അപ്പാപ്പൻ തന്നെ ചെറിയൊരു ടെസ്റ്റ് നടത്തി അമ്മാമ്മയുടെ കേൾവിശക്തി പരിശോധിക്കാവുന്നതേയുള്ളൂ. ടോം അപ്പാപ്പൻ ഒരു കാര്യം ചെയ്യൂ, ജൂലിയ അമ്മാമ്മയോട് സാധാരണ ഉച്ചത്തിൽ പല ദൂരങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിച്ചു നോക്കൂ. ആദ്യം ഒരു 200 മീറ്റർ അകലെ നിന്നുകൊണ്ട്, പിന്നീട് 150 മീറ്റർ, 100 മീറ്റർ, 50 മീറ്റർ, 20 മീറ്റർ എന്നിങ്ങനെ. എന്നിട്ട് എപ്പോഴാണ് ജൂലിയമ്മാമ്മയ്ക്ക് കേൾക്കാനാവുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് ഏത് തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡാണ് വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാം. ടോം അപ്പാപ്പൻ ഡോക്ടറുടെ അടുത്തു നിന്നും വീട്ടിലേക്ക് എത്തിയപ്പോൾ ജൂലിയ അമ്മാമ്മ അടുക്കളയിൽ ഉച്ചഭക്ഷണത്തിലുള്ള തിരക്കിലാണ്. ഡോക്ടർ പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ പരീക്ഷിച്ച് കളയാം. അപ്പാപ്പൻ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു, ഇന്ന് എന്തൊക്കെയാണ് ഉച്ചഭക്ഷണത്തിനുള്ളത്? ടോം അപ്പാപ്പൻ കാതോർത്തു. മറുപടിയൊന്നുമില്ല. ടോം അപ്പാപ്പൻ സിറ്റൗട്ടിൽ കയറി ഒന്നുകൂടി ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ഭക്ഷണം എന്ന ചോദ്യം ആവർത്തിച്ചു. മറുപടിയില്ല. അയാൾ വിസിറ്റിംഗ് റൂമിലും ഊണുമുറിയിലും നിന്ന് ചോദ്യം ആവർത്തിച്ചു. ജൂലിയ അമ്മാമ്മ കേട്ടില്ലായിരിക്കാം. ഏതായാലും മറുപടിയൊന്നും ഉണ്ടായില്ല. അവസാനം ടോം അപ്പാപ്പൻ അടുക്കളയിലേക്ക് ചെന്നിട്ട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ജൂലിയ അമ്മാമ്മ തിരിഞ്ഞു നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്കെന്താ ചെവി കേൾക്കില്ലെന്ന് ഉണ്ടോ? 5 പ്രാവശ്യമായി നിങ്ങൾ ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. 5 തവണയും ഫ്രൈഡ് റൈസും കോഴിക്കറിയുമാണെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. ഇനി നിങ്ങളോടൊരു ചോദ്യം, ശരിക്കും ആരുടെ ചെവിയാണ് കേൾക്കാത്തത്? ആർക്കാണ് കേൾവിക്കുറവ്?